കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിൽ പോലീസ് അന്വേഷണം വൈകുന്നുവെന്ന് ആരോപിച്ച് വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? അഭിജിത്ത്, കേൾക്കാമോ? ഹലോ ഹലോ അഭിജിത്ത്, പറയൂ. ാണ് നിലവിൽ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രധാനമായും വടകരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിനു പിന്നിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനെതിരെ ഇടതുമുന്നണി കേസ് കൊടുക്കുന്ന, പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തങ്ങൾക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ UDYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും ഇക്കാര്യത്തിൽ തങ്ങളുടെ പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ആരോപണം. ഈ പരാമർശത്തിന്, ഈ കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും അത് അത്തരത്തിൽ CPIM തന്നെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണ് എന്നുള്ളതും യൂത്ത് ലീഗ് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഇക്കാര്യത്തിൽ യൂത്ത് ലീഗ് പറഞ്ഞത് ഇത് തങ്ങളാണ് എന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം നൽകാം എന്നുള്ളതായിരുന്നു യൂത്ത് ലീഗിൻ്റെതുൾപ്പെടെയുള്ള പ്രഖ്യാപനം. ഏതായാലും അക്കാര്യത്തിലാണ് ഈ സ്ക്രീൻഷോട്ടിന് പുറകിൽ പ്രവർത്തിച്ചതാര്, അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ യൂത്ത് ലീഗിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ UDYF ആയിക്കൊണ്ട് അവർ നിലവിൽ ഈ SP ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. നേരത്തെ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിലവിൽ അത്തരത്തിൽ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഈ ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെയാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. MK മുനീർ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ MK മുനീർ MLA നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഏതായാലും പ്രതിഷേധം അതിന്റെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDYF-ന്റെ തീരുമാനം. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് വടകര SP ഓഫീസിന് മുന്നിൽ നിലവിൽ തുടരുന്നത്. വേണു, UDYF-ന്റെ പ്രതിഷേധ മാർച്ച് കാണാം വടകരയിൽ ഇപ്പോൾ SP ഓഫീസിന് മുന്നിലേക്ക് കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിലുള്ള പോലീസ് അന്വേഷണം വൈകുന്നു എന്നാരോപിച്ചാണ് UDYF വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രതിഷേധം കനപ്പെടുകയാണ്. മുദ്രാവാക്യം വിളികളോടുകൂടി പ്രതിഷേധക്കാർ നിൽക്കുന്നു. പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. പോലീസിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. SP ഓഫീസിന് മുന്നിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അഭിജിത്ത്, ഒരു സംഘർഷ സാധ്യതയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ശക്തമായ മുദ്രാവാക്യം വിളികളുണ്ട്. പ്രതിഷേധം കനത്തതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഗോപി, നിലവിൽ അത്തരത്തിലൊരു സംഘർഷ സാധ്യതയിലേക്ക് സാഹചര്യം മാറിയിട്ടില്ല. പക്ഷേ നിരവധി UDYF പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തിയിട്ടുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഇത്തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് അത് വ്യാജമാണ്. ഈ കാഫിർ പരാമർശം അടക്കമുള്ള ഗ്രൂപ്പിൽ കാഫിർ എന്ന പരാമർശത്തോടുകൂടി ഒരു ഒരു സന്ദേശം അയച്ചു എന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ശേഷം അത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട്, വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ അന്ന് പോലും അത്തരത്തിൽ ആ ഒരു കാഫിർ പരാമർശത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു വടകരയിലെ രാഷ്ട്രീയം മുന്നോട്ട് പോയത്. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും LDF സ്ഥാനാർത്ഥി KK ശൈലജയും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിന്റെ ഉൾപ്പെടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വാട്സപ്പ് സന്ദേശം വന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും അതിൽ തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് UDYF-ന്റെ മുന്നിലുള്ള നീക്കം. UDF-ലെ യുവജന സംഘടനകളുടെ കൂട്ടായ്മയായ UDYF-ന്റെ പ്രതിഷേധം വടകര SP ഓഫീസിന് മുന്നിൽ കനക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിൽ പോലീസ് അന്വേഷണം വൈകുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് UDYF വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.